മറഞ്ഞു നിൽക്കേണ്ട ആളുകളല്ല. നമ്മളെല്ലാവരും ഫ്രണ്ട് ലൈനിലേക്ക് വന്ന് സമൂഹത്തോട് സംവദിക്കേണ്ട ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഡിസിപ്ലിൻ മെത്തേഡിൽ പെടുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളെല്ലാവരും ഓൾവേസ് വിസിബിൾ ടു എവറിബഡി ആൻഡ് ടു ദി പബ്ലിക്. പബ്ലിക്കിലേക്ക് നമ്മൾ എപ്പോഴും ഏത് സമയത്തും ജാഗരൂകരായി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ മുഖം കാണിക്കണം. ആ മുഖം കാണാൻ ജനങ്ങൾ ഇഷ്ടപ്പെടണം. അതുപോലെ തന്നെ ആ മുഖമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. കമ്പനി എത്ര നന്നായി കഴിഞ്ഞാലും പ്രോഡക്ട്സ് എത്ര നന്നായി കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി വി ആർ മാർക്കറ്റിംഗ് അവർ സെൽഫ്. ഐ കറക്റ്റ് ഓർ ശരിയാണോ? യെസ് സർ. തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇവിടെ പറയുന്നത് ഫ്യൂച്ചർ ഓഫ് MLM എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും MLM-ത്തിന്റെ പ്രസന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതില് ഓൾമോസ്റ്റ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ നോ വാട്ട് ഈസ് റിയൽ MLM. ജസ്റ്റ് ആയിട്ട് ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചു പോവാം. കാരണം MLM എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഒട്ടനവധി വിഷയങ്ങൾക്ക് സൊല്യൂഷനായി. ആ സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം MLM-ത്തിന്റെ പേര് പറഞ്ഞ് മറ്റ് ഇതര പ്രോജക്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് MLM എന്ന് പറയുന്നത് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം മാനുഫാക്ചർ ടു കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്നാണ്. ഇതാണ് റിയൽ ഡെഫിനിഷൻ ഓഫ് MLM. ഈ MLM-ത്തിന്റെ ഡെഫിനിഷൻ ഇതായിരിക്കെ തന്നെ നമ്മളിൽ പലരും ചെയ്യുന്നത് ചിലപ്പോൾ പ്രോഡക്റ്റ് പേരിനുണ്ടാവും. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പേരിന് പോലും പ്രോഡക്റ്റ് ഇല്ലാതെ ഉണ്ട്. പിന്നെ ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ആണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ടീമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം മാനുഫാക്ചർ ടു കൺസ്യൂമർ വിത്ത് ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഇവിടെ വിത്ത് ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യം 1990 കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഇങ്ങോട്ട് 2011 വരെ ആ മേഖല വളരെ ശക്തമായി മുന്നേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2011 നമുക്ക് വലിയൊരു ക്രൈസിസ്, നമ്മൾ പറയില്ലേ കാട്ടുതീ പോലെ അല്ലെങ്കിൽ ഇടുത്തി പോലെ MLM ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് വലിയൊരു പ്രതിസന്ധി ഉടലെടുക്കുകയുണ്ടായി. അതായത് പോലീസിന്റെ കണ്ണിൽ കാണുന്നത് ആളെ ചേർക്കുന്നതെല്ലാം മണി ചെയിൻ ഗണത്തിൽ പെടുത്തിക്കൊണ്ട് നരനായിട്ട് നടത്തുന്ന ഒരു സംഭവം 2011 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ആ 2011 കാലഘട്ടങ്ങളിലൊക്കെ ബിസിനസ് ചെയ്ത ആളുകൾക്ക് അതിന്റെ തിക്തഫലം അനുഭവിച്ച കുറേയധികം ആളുകൾ ഇതിലുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് അന്ന് നമുക്ക് നെറ്റ്വർക്കർ ആണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല. നെറ്റ്വർക്കർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയി റൂം എടുത്ത് നമുക്ക് താമസിക്കാനും സാധിക്കില്ല, മീറ്റിംഗ് നടത്താനും പറ്റില്ല. എവിടെയെങ്കിലും ഒരു ടൗണിൽ നമുക്ക് പോയിട്ട് 4 ആളുകളുടെ അവരുടെ മുമ്പിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല. സ്വന്തം വീട്ടിൽ പോലും സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ തലമറച്ച് നടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് വളരെ അന്തസ്സോടുകൂടി ഞാൻ ചെയ്യുന്നത് നെറ്റ്വർക്കാണ് എന്ന് പറയാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലേക്ക് എത്തിയത് തനിയെ എത്തിയതൊന്നുമല്ല. ഇതില് പിറകിൽ നല്ല ഒരു പെയിൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അടക്കമുള്ള ആള്. ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഞാൻ 1982 മുതൽ 2003 വരെ വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് 2003 മുതൽ ഈ സമയം വരെ ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ആദ്യം നിങ്ങളിൽ പലവരും വന്ന പോലെ തന്നെയാണ് എന്നെയും ഇതിന്റെ ഫോഴ്സ് ആരോ ഇതിന്റെ അകത്ത് തള്ളിയിട്ടതാണ്. അങ്ങനെ തള്ളിയിട്ടപ്പോൾ തന്നെ എനിക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇത് നിസാര സംഭവം അല്ല. പണമുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഡയറക്ട് സെല്ലിംഗ് എന്ന് പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി മണി മേക്കിംഗ് സിസ്റ്റം ബട്ട് ഇറ്റ്സ് എ ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധിക്കും. ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എടുത്തു ഒരു തീരുമാനം. കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന്റെ ലീഗലൈസേഷൻ ആണ്. കാരണം ഇത് ലീഗൽ അല്ലാത്തത് കൊണ്ടാണ് 2011 വിഷയങ്ങൾ ഉണ്ടായത്. അതായത് ആ 2011 ഇത് ചെയ്യുന്ന സമയത്ത് എന്താണോ വിവക്ഷിക്കുന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൊണ്ട് എന്താണോ വിവക്ഷിക്കുന്നത്, ആ വിവക്ഷിച്ചുകൊണ്ടിരുന്ന ആ കമ്പനിക്ക് പോലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. അന്ന് കമ്പനികൾക്കെതിരെ കേസെടുത്തതെന്ന് 1978 നിലവിൽ വന്ന PCMC ആക്ട് എന്ന് പറയും, പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട്.
അത് 1978 നിലവിൽ വന്നതാണ്. നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി നിലവിൽ വന്നത് 1990 കാലഘട്ടങ്ങളിലാണ്. അതായത് ജനിക്കുന്നതിന് മുമ്പേ ഒരു കുട്ടിക്ക് പേരിട്ട് ജാതകം എഴുതിയ അത് വെച്ചിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ എന്നുള്ള ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് 2011 ജനുവരി കോഴിക്കോട് ശ്രീനാരായണ സെനറ്ററി ഹാളിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ പോരാട്ടത്തിന്റെ ചരിത്രം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ദിവസങ്ങൾ പോരാ. അതായത് നിയമസഭയിൽ 7 പ്രാവശ്യം സബ്മിഷൻ ഉന്നയിക്കുകയും പാർലമെന്റിലേക്ക് 5 ദിവസം തുടർച്ചയായ റിലേ സത്യാഗ്രഹം നമ്മൾ നടത്തുകയും അതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും കലക്ടറേറ്റ് മാർച്ച് അടക്കം നമ്മൾ നടത്തിയിട്ട് ആണ് ഇതിന് ഒരു ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ 2013 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ വ്യവസായത്തിന് ഒരു കരട് രേഖ ഉണ്ടാക്കി നമ്മൾ സമർപ്പിക്കുന്നത് 2013 2013 ശേഷം അത് കൃത്യമായി പഠിച്ച് ആ കരട് രേഖ ഇംപ്ലിമെന്റേഷനിലേക്ക് വന്നപ്പോൾ 2016 കേന്ദ്ര സർക്കാർ അതിനെ വ്യക്തമായിട്ട് പഠിച്ച് ഒരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു: ഈ ബിസിനസിന്റെ മോണിറ്ററിംഗ് സംവിധാനം സുഗമമാക്കാൻ ആവശ്യമായ രീതിയിൽ ഒരു നോഡൽ ഓഫീസറെ സംസ്ഥാനം നിയോഗിക്കണം എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ഒരു നോഡൽ ഓഫീസർ വിചാരിച്ചാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളല്ല ഈ മേഖലയിലുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നത് കൊണ്ടും നമ്മൾ സംഘടന കൃത്യമായിട്ടുള്ള അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടും നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായിട്ട് ഗവൺമെന്റിലേക്കും ഇവിടെ രാഷ്ട്രീയ സംവിധാനത്തിലേക്കും ഉദ്യോഗസ്ഥ തലങ്ങളിലേക്കും ഒരു കൃത്യതയോടുകൂടി എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 2018 ഓഗസ്റ്റ് 8 കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇറങ്ങുന്നത് 2018 ഓഗസ്റ്റ് 8 നിങ്ങളിലധികം പേർക്കും അറിയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളിലേക്ക് അതെല്ലാം എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ 2018 ഈ ഒരു സംവിധാനം നിലവിൽ വന്നു എന്നുള്ളത് ഫാക്റ്റാണ്. അവിടെ മറ്റിതര സംസ്ഥാനങ്ങൾ നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിന്നതല്ലാതെ നമ്മളുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. ആ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്, ഒരു നോഡൽ ഓഫീസറാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നതെങ്കിൽ കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത് 2 മിനിസ്റ്റർ അടക്കം 5 IAS ഓഫീസേഴ്സിനെ അടക്കം നിയോഗിച്ചുകൊണ്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ബോഡിയെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചത്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ബോഡി. ആ സ്വതന്ത്ര ബോഡിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന, ഇപ്പൊ നമുക്കറിയാം ഗൈഡ് ലൈൻസ് ഫോർ ഡയറക്ട് സെല്ലേഴ്സ് എന്ന് പറയുന്ന ഈ ഗൈഡ് ലൈനിന്റെ ബുക്ക്, ഇത് കൃത്യമായിട്ട് എല്ലാ കമ്പനികൾക്കും നമ്മൾ IRD എക്സാം എഴുതുന്ന സമയത്ത്, അതായത് ഇൻഷുറൻസ് ഏജന്റ് ആവണമെങ്കിൽ IRD എക്സാം എഴുതണം. അതുപോലെ തന്നെ MLF-ൽ ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സാം എഴുതി പാസ്സായി മാത്രമേ MLM എന്ന് പറയുന്നതിൽ ഒരു പ്രൊഫഷനായിട്ട് ചെയ്യാൻ സാധിക്കൂ എന്ന ഒരു കണ്ടീഷൻ വരെ നമ്മൾ എത്തിയിരുന്നു. പല കമ്പനികളും ഇവിടെ ഇരിക്കുന്ന പല ലീഡേഴ്സും ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കമ്പനികൾ കേന്ദ്രീകരിച്ചു കൊടുത്തിരുന്നു. ആദ്യം വന്നപ്പോൾ തന്നെ അതിന് വലിയ ഭീമമായ ചാർജാണ് ഈടാക്കിയിരുന്നത്. ആ ചാർജ് ഒരു കാരണവശാലും ഈടാക്കാൻ സാധിക്കില്ല ജനങ്ങളുടെ അടുത്ത് നിന്ന് നമ്മൾ സംഘടന ശക്തമായി വാദിക്കുകയും നാമമാത്രമായ ഒരു ഫീസിലേക്ക് ഒരു 500 രൂപ, അപ്പൊ ആ പ്രോഗ്രാം അടക്കം ഒരു 500 രൂപ ഫീസ് കൊടുത്തുകൊണ്ട് നമുക്ക് അത് നമ്മുടെ ഒരു ലൈസൻസ് പോലെ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പോലെ അത് കിട്ടത്തക്ക രീതിയിൽ നമ്മളത് ചിട്ടപ്പെടുത്തിയെടുത്തു. ആ ചിട്ടപ്പെടുത്തിയെടുത്തതിന് ശേഷം നേരത്തെ നമുക്കറിയില്ലായിരുന്നു എന്തൊക്കെയാണ് നെഗറ്റീവ് പ്രോഡക്ട്സുകൾ, ഏതൊക്കെ പ്ലാനാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് പിരമിഡ് സ്കീം ആവുന്നത് എന്നതിനെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഈ മേഖലയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം കൃത്യമായി ഇതിൽ വിവക്ഷിച്ചിട്ടുണ്ട് ഡൂസ് ആൻഡ് ഡോൺസ്, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ട് ഓരോ പേജ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. കാരണം മുഖ്യമന്ത്രിയുടെ സന്ദേശം അടക്കമുള്ള, നമ്മുടെ മന്ത്രിമാരുടെ സന്ദേശം അടക്കമുള്ള ഈ ഒരു പുസ്തകം, അതായത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഇൻ കേരള, ഇതാണ് ലീഗലായിട്ട് അന്ന് ഇറക്കിയ പുസ്തകം. ഇന്ന് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ സംവിധാനങ്ങളും ഇതിലുള്ള റൂൾസിനെ അല്ലെങ്കിൽ ഇതിനുള്ള കണ്ടീഷൻസിനെ മാനിച്ചുകൊണ്ടാണ്. ഇതിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. അപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾ ഇത് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് റോങ് എന്താണ് റൈറ്റ് എന്നതിനെ കുറിച്ച് ഒരു അവബോധം അവരിലേക്ക് കിട്ടും.
അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബിസിനസ് സംവിധാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ മറവിൽ നടക്കുന്ന പല തട്ടിപ്പുകളും ഇപ്പൊ ഇവിടെ സ്വാഗതത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ മണി ചെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഇല്ലീഗൽ ഗാംബ്ലിംഗ്, നിയമവിരുദ്ധമായ ചൂതാട്ടമാണ്. എന്താണ് നമ്മൾ പറയുന്ന മണി ചെയിൻ എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ ചൂതാട്ടമാണ്, ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആണ്. ആ ഇല്ലീഗൽ ഗാംബ്ലിംഗ് കേരളത്തിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു മാറ്റിക്കൊണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ വ്യവസായ മേഖലയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണമെന്നും കൃത്യമായ നിയമം ഉണ്ടാവണമെന്നും എന്നതിൻ്റെ എതിരാണ് നമ്മൾ ഒരുപാട് പോരാട്ടങ്ങൾ തുറന്നു വന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അന്ന് നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് 2 വിഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, മറ്റൊന്ന് മണി ചെയിൻ മാത്രം. അതായത് ഒരു പ്രൊഡക്റ്റും ഇല്ലാതെ പണം വെച്ച് പണം ഇരട്ടിപ്പിക്കുന്ന, കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നമ്മുടെ നിക്ഷേപം ഇരട്ടിയാവുന്ന മോഹന വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സംവിധാനം. അതിനാണ് നമ്മൾ മണി ചെയിൻ എന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ശക്തമായി വന്നപ്പോഴേക്ക് മണി ചെയിൻ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആണെന്ന് മനസ്സിലാക്കുകയും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോഡക്ട്സിന്റെ മറവിൽ മണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഉണ്ടായത്. പേരിനൊരു പ്രോഡക്ട്സ് ഉണ്ടാവും, പക്ഷെ അത് വാല്യുബിൾ ആയിരിക്കില്ല, കൺസ്യൂമറിന് യൂസ്ഫുൾ ആയിരിക്കില്ല, അതുപോലെ തന്നെ അത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ളതായിരിക്കില്ല. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി നോട്ട് ചെയ്ത് പോകേണ്ട കാര്യമാണ്. എന്തിനാണ് ഈ 5 IAS ഓഫീസേഴ്സിനെ നമ്മൾ ഇവിടെ നിയോഗിച്ചത്? ആദ്യമായിട്ട് നമുക്ക് പറയാം, ഇത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അണ്ടറിലാണ് ഈ സെക്ടർ വരുന്നത്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ അണ്ടറിൽ. അതുപോലെ തന്നെ നമുക്കറിയാം, ഇത് വന്നിട്ട് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്ട്രി, പൊതുവിതരണ വകുപ്പിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതുപോലെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ അകത്ത് ഇൻവോൾവ് ആണ്. അതുപോലെ നികുതി വകുപ്പ്, ടാക്സ് വകുപ്പ് ഇതിൽ ഇൻവോൾവ് ആണ്. അതുപോലെ ആഭ്യന്തര വകുപ്പ്. ഈ 5 ഡിപ്പാർട്ട്മെന്റിനെയും എന്തിനാണ് ഇതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി പോകണം. കാരണം ഞാനത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്നും പല ആളുകൾ പ്രോഡക്ട്സിന്റെ മറവിലും പ്രോഡക്ട്സ് ഇല്ലാതെയും മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവിതം തൊലക്കാനുള്ള പുറപ്പാടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് മാർക്കറ്റിൽ നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വിവക്ഷിച്ചു പോകുന്നത്. നമ്മളിൽ ആരും തന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും ഉണ്ടായിരിക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അവിടെ വളരെ ജെന്യൂനിറ്റി വേണം. ആ ജെന്യൂനിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് വിവക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം, വില ഇതൊക്കെ നിശ്ചയിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഒരു അതോറിറ്റി ഉണ്ട്, കേരളത്തിൽ ഒരു അതോറിറ്റി ഉണ്ട്. അതാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പല പ്രോഡക്ട്സും പല ക്വാളിറ്റിയിലുള്ളതായിരിക്കും. ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും അതിന്റെ വിലയും ഒക്കെ നിശ്ചയിക്കുന്നതിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിനെതിരെ ശബ്ദമുയർത്താനും സാധിക്കുള്ളൂ. അതിനാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു നികുതി വകുപ്പ്. എന്തിനാണ് നികുതി വകുപ്പ് ഇതിൻ്റെ അകത്തേക്ക്? നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് ചെയ്യുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതെല്ലാം ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് പല ഗണത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള നികുതിയാണ് ഏർപ്പെടുത്തുന്നത്. അത് കൃത്യമായ നികുതി ഏർപ്പെടുത്തി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നികുതി വകുപ്പിനെയും കൂടി ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ്, പല കമ്പനികളും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്ലാൻ പ്രകാരം റിമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ടോ, കൃത്യമായിട്ട് പേ ഔട്ട് കൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികളിലെ കൃത്യതയോടുകൂടി ഫൈൻഡ് ഔട്ട് ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടി ഒരു സംവിധാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പിനെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി വരുന്ന കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ഈ സ്വതന്ത്രമായ ഒരു സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ഇന്നലെ വരെ നടന്നിരുന്ന ഒരു കളികളും ഇനി ഈ മേഖലയിൽ നടക്കില്ല എന്ന് നമ്മൾ വ്യക്തമായി ബോധ്യപ്പെടുക. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുക. അങ്ങനെ ഒരു കമ്പനി സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് പാസീവ് ഇൻകം.
അതായത് ഒരു സർട്ടൺ സമയം നമ്മൾ എഫേർട്ട് ഇടുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ എഫേർട്ട് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെ ആണല്ലോ നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഈ പാസീവ് ഇൻകം കിട്ടും എന്ന പ്രതീക്ഷയിൽ, വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ നമ്മുടെ അധ്വാനവും സമയവും എല്ലാം അവിടെ ഇട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കമ്പനി അവിടെ ഇല്ലെങ്കിൽ എവിടെ നിന്ന് എടുത്ത് തരും ഈ പറഞ്ഞ പാസീവ് ഇൻകം? പോയോ? നമ്മുടെ സമയം മുഴുവൻ പോയോ? പല ആളുകളും എന്തെങ്കിലും ഒരു കമ്പനി കിട്ടുന്ന സമയത്തേക്ക് നമ്മളോട് പറയുന്ന ആളുകളെ വിശ്വസിച്ച് അങ്ങോട്ട് ചാടി കയറും. അങ്ങ് ഇത് കിട്ടിയ ഉടനെ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് പഠിക്കാനോ ഒന്ന് കാര്യങ്ങൾ ആരായാനോ ഒന്നും മെനക്കെടാതെ എനിക്കാണ് ആദ്യം ഈ അവസരം കിട്ടിയിരിക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും മുമ്പിൽ പോകണം എന്ന രീതിയിൽ അദ്ദേഹം മുമ്പും പിമ്പും നോക്കാതെ ഈ പ്രോജക്റ്റ് എടുത്ത് അങ്ങോട്ട് ഓടും. ഇങ്ങനെ ഓടി വന്ന് ഇപ്പൊ മേലെ എത്തി തേങ്ങ ഇടാൻ നേരത്താണ് നോക്കുന്നത്, അവിടെ എത്തിയപ്പോ തെങ്ങിന് തലയില്ല. തലയില്ലാത്ത തെങ്ങിൽ കയറി ഇപ്പൊ ചാടിക്കയറിയ ഒരുപാട് ലീഡേഴ്സിനെ എനിക്ക് മാർക്കറ്റിൽ ഈ 10-24 വർഷം കൊണ്ട് അറിയാവുന്നത് കൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അതൊക്കെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ വളരെ കൃത്യതയോടുകൂടി പാലിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ഉദ്ദേശത്തിലാണോ നമ്മൾ MLM അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുന്നത്, ആ ഉദ്ദേശം പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കുള്ള വിലയും നിലയും നിൽക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ സ്വസ്ഥമായി സന്തോഷമായി സമാധാനമായി കുടുംബാംഗങ്ങളോടൊപ്പം നമുക്ക് കഴിഞ്ഞു പോവുകയും ചെയ്യാം. അല്ലാതെ ഈ കണ്ണടിച്ച് തുറക്കുമ്പോൾ കിട്ടുന്ന വരുമാനങ്ങളെല്ലാം തന്നെ ശാശ്വതമല്ല, താൽക്കാലികം മാത്രമാണ്. അതൊരിക്കലും നമുക്ക് സന്തോഷത്തോടുകൂടി നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം വളരെ പെട്ടെന്ന് നമ്മളിൽ പല ആളുകളും ബോധ്യപ്പെട്ടു വരും. കാരണം ബോധ്യപ്പെട്ട് വരും എന്ന് പറയുന്നത് നമുക്കറിയാം, ബഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിലത്തേക്ക് ഇൻവോൾവ് ചെയ്തു. എന്തിനാണ് ബഡ്സ് ആക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇൻവോൾവ് ചെയ്തതെന്ന് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? കാരണം ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ പല കമ്പനികളും പ്രൊമോട്ട് ചെയ്തിരുന്ന ലീഡേഴ്സ് തന്നെയാണ് ഇതിന് വലിയ രീതിയിലുള്ള വിഘാതമായി നിൽക്കുന്നത്. അപ്പോൾ ലീഡേഴ്സിന്റെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാനായി കമ്പനിയായിട്ട് വിലപേശുകയും അങ്ങനെ ഡിസ്പ്യൂട്ട് വരികയും അവർ അവിടുന്ന് അത് വിട്ട് വേറൊരു കമ്പനിയായിട്ട് എന്ത് ചെയ്യും, വിലപേശ് അവരെ അങ്ങോട്ട് ചേക്കേറും. അങ്ങനെ അങ്ങോട്ട് ചേക്കേറുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത്, നമ്മളെ വിശ്വസിച്ച് വർഷങ്ങളോളം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത ആളുകൾ വഴിയാധാരമായി പോവുകയും ആ കമ്പനി തന്നെ ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട്. അപ്പൊ ആ ചരിത്രങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൃത്യതയോടുകൂടി ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഉപരി നമ്മളൊന്ന് മനസ്സിലാക്കി പോകേണ്ടത്, പല ആളുകൾക്കും എനിക്കെന്തിനാണ് സംഘടന എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നും രണ്ടല്ല, ഒരുപാട് ആളുകൾ എനിക്കെന്തിനാണ് സംഘടന എന്ന് ചിന്തിച്ചു പോകുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്, നമ്മുടെ ഈ മേഖല ഒരു അസംഘടിത തൊഴിൽ മേഖലയാണ്. അസംഘടിത തൊഴിൽ മേഖല എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ, വ്യത്യസ്തമായ ആളുകൾ, കൃത്യതയില്ലാത്ത പല സംവിധാനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. സംഘടിത തൊഴിൽ മേഖല എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്നതാണ് സംഘടിത തൊഴിൽ മേഖല എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്കൂൾ ടീച്ചർ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെത്, ഗവൺമെന്റ് ഡോക്ടേഴ്സിൻ്റെത്, എഞ്ചിനീയേഴ്സിൻ്റെത്, ഇതെല്ലാം തന്നെ സംഘടിത തൊഴിൽ മേഖലയാണ്. ഉദാഹരണത്തിന് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ നിയമം പാലിക്കാനുള്ള ഒരു സംവിധാനമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പോലും അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, പോലീസിൽ കയറി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ആ വ്യക്തി അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആദ്യം പോകുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ട്രേഡ് യൂണിയന്റെ മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. എന്താണ്? പോലീസിന് സംരക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? പോലീസാണ് ഇവിടെ സംരക്ഷണം നൽകേണ്ട ആളുകൾ. എന്നിട്ട് പോലും അവരവിടെ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംഘടിത ശക്തിയിൽ കൂടി എന്തൊക്കെ നമ്മുടെ തൊഴിൽ മേഖലയിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് കൃത്യതയോടുകൂടി ഇവിടെ ഒരു സംവിധാനം നിലവിലുണ്ട്. ആ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഒരു പ്രസ്ഥാനമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആകുമ്പോൾ ചെയ്യാൻ സാധിക്കും. അത് അവരുടെ തുടർന്നുള്ള ഔദ്യോഗിക ജീവിതത്തിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപാട് ഗുണങ്ങൾ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. നമ്മളിൽ എത്ര പേർക്ക് ആ ബോധമുണ്ട്? ഞാൻ സത്യത്തിൽ ചോദിക്കുക, എത്ര പേർക്ക് നമുക്ക് ആ ബോധമുണ്ട്? നിങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് വളരെ മസ്റ്റാണ്. കാരണം ഇപ്പോ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നമ്മളിൽ പലരും ഒരു ശാശ്വതമായിട്ടുള്ള വരുമാനം കിട്ടി ഒരു സ്റ്റെബിലിറ്റിയിൽ വന്ന ആളായിരിക്കണം നിർബന്ധമില്ല. അങ്ങനെ സ്റ്റെബിലിറ്റിയിൽ വന്ന ആളുകൾ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കയറില്ല. അത് അങ്ങനെ കുറെ കഥകൾ വേറെ ഉണ്ട്, അത് ഞാൻ പിന്നീട് എനിക്ക് പറയാം. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പണം വരുന്ന സമയത്താണ് ശത്രുക്കളും ആക്ഷേപങ്ങളും എല്ലാം നമുക്കെതിരെ വന്നു ചേരുന്നു. അങ്ങനെ വന്നു ചേരുന്ന സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു പോയാൽ തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്.
അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ട്രേഡ് യൂണിയന്റെ സംവിധാനത്തിൽ മാത്രമേ ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടി ഞാൻ ഇവിടെ പറയാം. നമ്മുടെ സമയത്തിന് നമുക്ക് ഇതുണ്ടോ ഒന്ന് പറയണേ ഷബീർ ഭായ്. കണ്ടിന്യൂ ചെയ്യാം സാർ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എത്ര മിനിറ്റ് നമുക്ക് എനിക്കുണ്ട്? 7 മണി ഉണ്ട്, അരമണിക്കൂറിന് വേണ്ട. ഓക്കെ ഫൈൻ. അരമണിക്കൂർ കൊണ്ട് ഞാൻ ഇത് സ്മൂത്ത്ലി ഐ വിൽ വൈൻഡ് അപ്പ് ഇറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 2018 നമ്മുടെ ഗൈഡ് ലൈനും കാര്യങ്ങൾ ഇതൊക്കെ വന്നു. 2018 ഗൈഡ് ലൈനും കാര്യങ്ങൾ വന്നെങ്കിലും 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ട് സെല്ലിംഗ് റൂൾസ് എന്ന രീതിയിൽ ഒരു സംവിധാനം വന്നത്. ആ ഒരു സംവിധാനം വന്നപ്പോൾ, കാരണം എന്തിനും ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് പരിപൂർണമായും ഇതായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതെല്ലാം തന്നെ ഇങ്ങനെ അതിലെ മാറ്റങ്ങളൊക്കെ ഒന്ന് വന്നതിന് ശേഷം മാത്രമേ എന്തൊക്കെ അതിൽ പോരായ്മകളെന്ന് മനസ്സിലാവൂ. അങ്ങനെ ആ പോരായ്മകളൊക്കെ തിരുത്തിക്കൊണ്ട് 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയറക്ട് സെല്ലിംഗ് റൂൾസ് 2021 എന്ന പേരിൽ ഒരു റൂൾസ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ പ്രക്ഷോഭങ്ങളും നമ്മുടെ ഈ പറയുന്ന സംഘടിത സ്വഭാവത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2023 മാർച്ച് 8 നമുക്കൊരു മോഡൽ ഗൈഡ് ലൈൻ ഫോർ അഡ്വൈസറി മെക്കാനിസം എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം ഉണ്ടായി വന്നത്. അതായത് മോഡൽ ഗൈഡ് ലൈൻ ഫോർ അഡ്വൈസറി മെക്കാനിസം. ഇത് 2023 മാർച്ച് 8 വന്നത്. അത് വന്നപ്പോ നമുക്ക് അവിടെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. നമ്മൾ പറഞ്ഞു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫ്രം മാനുഫാക്ചർ ടു കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നെറ്റ്വർക്ക്. ഞാൻ അവിടെ നെറ്റ്വർക്ക് എന്നുള്ള ഒരു വേർഡ് നേരത്തെ ഉപയോഗിച്ചതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ നെറ്റ്വർക്ക് കൊണ്ട് വിവക്ഷിക്കുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം, അന്ന് നെറ്റ്വർക്ക് പ്രാബല്യത്തിൽ വന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് എന്ന് അന്ന് പറയുമ്പോൾ നെറ്റ്വർക്കിന്റെ സഹായം വേണം. എന്താണ്? ഓൺലൈൻ സംവിധാനത്തിന്റെ സഹായം വേണം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളും നമ്മളുടെ ടീമും ക്രിയേറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന്റെ നെറ്റ്വർക്കാണ് ഇവിടെ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് തനിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കസ്റ്റമർ വിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺസ്യൂമർ വിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ ഒരു കൂട്ടം സെല്ലേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സെല്ലേഴ്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൾസ് എന്ന് പറയുന്നത്. നമുക്ക് ടൈം ലിവറേജും മാൻ പവർ ലിവറേജും നേടിത്തരാൻ വേണ്ടി ഈ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പറയുന്ന സെല്ലേഴ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോ നമ്മളും ഈ പറഞ്ഞ സെല്ലേഴ്സും കൂടി ചെയ്യുന്ന, അതായത് ഞാൻ സിസ്റ്റത്തിലേക്ക് വന്നു, എൻ്റെ സംവിധാനത്തിൽ കൂടി ഞാൻ ചെയ്തിരിക്കുന്ന ആ നെറ്റ്വർക്ക് ശൃംഖലയിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എനിക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുമോ, ആ പമ്പ് ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ വരുമാനത്തിന്റെ ആനുപാതികം മാത്രമാണ് നമ്മുടെ വരുമാനം. അതിനപ്പുറത്തേക്ക് ഒരു മാൽ പ്രാക്ടീസും ഒരു കമ്പനിക്കും നടത്താൻ സാധിക്കില്ല. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇല്ലീഗൽ ഗാംബ്ലിംഗ് ആണ്. ഇതിനെല്ലാത്തിനും പിടിവീഴുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായി വിവക്ഷിച്ചു പോകുന്ന സമയത്ത് സർക്കാർ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആർക്കും സാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ ലീഡേഴ്സിന് ഇപ്പോഴേ ഉണ്ടാവണം. അതുകൊണ്ട് ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഈ 2023 മാർച്ചിൽ ഈ ഒരു സംവിധാനം വന്നപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് എന്ന് പറയുന്നത്, അവിടെ ഒരു വേർഡ് ഉപയോഗിച്ചു. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അമെൻമെന്റ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ത്രോ ഡയറക്ട് സെല്ലേഴ്സ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനം ഡയറക്ട് സെല്ലേഴ്സിന് മാത്രം, ഇറ്റ് ഈസ് നോട്ട് ബൈ ടീം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ, ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിന് കിട്ടുന്നത് അത് റീറ്റെയിൽ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അല്ലാതെ വേറെ ഒരു ടീം ബെനിഫിറ്റോ കാര്യങ്ങളോ വാങ്ങിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് അവിടെ വിവക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇന്ത്യയിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കും വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് വലിയൊരു പോരായ്മ. ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു ആ 2023 മാർച്ച് 8 വന്നിരിക്കുന്ന ആ ഒരു സംവിധാനം. ആ സംവിധാനത്തെ ശക്തമായി എതിർത്തുകൊണ്ട് പാർലമെന്റിൽ നമ്മൾ സത്യവാങ്മൂലം കൊടുത്തു. ഇതൊരു കാരണവശാലും ഇന്ത്യയിൽ നടപ്പിലാക്കി പോകാൻ സാധിക്കുന്നതല്ല. ഡയറക്ട് സെല്ലിങ്ങിന്റെ മാനദണ്ഡം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവരും അവരുടെ ടീമും ക്രിയേറ്റ് ചെയ്യുന്ന സംവിധാനത്തിൽ കൂടി മാത്രമേ വരുമാനം കൊടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ അകത്ത് ലിവറേജ് നിലനിൽക്കുള്ളൂ. അല്ലാതെ ഒരു കൂലിപ്പണിക്കാരനെ പോലെ അവരവർ ചെയ്യുന്നതിന് അവരവർക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ 2023 ജൂൺ 21 നമുക്ക് ആക്ടിൽ ഒരു അമെൻമെന്റ് ഉണ്ടായി.
അമെന്മെന്റ് ജസ്റ്റ് ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, കാരണം ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്ന് ആദ്യം ഉണ്ടായിരുന്നത് ത്രോ ഡയറക്റ്റ് സെല്ലേഴ്സ് എന്നുള്ളത് ചേഞ്ച്ഡ് ആസ് ഡയറക്ട്ലി ത്രോ എ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ്. മനസ്സിലാക്കണം, ഡയറക്റ്റ് സെല്ലേഴ്സ് എന്നുള്ളത് ഡയറക്ട്ലി ത്രോ ദ നെറ്റ്വർക്ക് ഓഫ് സെല്ലേഴ്സ്. അപ്പോ ഒരു സെല്ലിംഗ് ടീമിന്റെ ആ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിന് കൊടുക്കാം എന്നുള്ള സംവിധാനത്തിലേക്കോ, അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളും ഞാനും ഒക്കെ ഇൻഡസ്ട്രിയുടെ ഭാഗമാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും ആവുന്നില്ല. നിലവിൽ ഈ ഒരു സംവിധാനമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ഈ സംവിധാനം വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റെഗുലേറ്ററി ആക്ടിന്റെ ഇതും ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഓരോ കമ്പനിയെയും ഓരോ സംവിധാനത്തെയും വിലയിരുത്തി പോകുന്നത്. അങ്ങനെ വിലയിരുത്തി പോകുന്ന സമയത്ത് 2010 അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡേറ്റ് ഒക്കെ ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു പ്രയാസം നല്ലോണമുണ്ട്. 2010 സോറി 16/10/2024 നമ്മൾക്കൊരു സംവിധാനം, സർക്കാർ സംവിധാനം അനൗൺസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമ്മളൊക്കെ കേട്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് മുഖ്യമന്ത്രി പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് നമുക്കത് 24 മാറ്റിയതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴാണ് ബൈ ഇലക്ഷൻ വന്നത്. ആ ബൈ ഇലക്ഷൻ വന്നതിന്റെ ഭാഗമായിട്ട് അത് ഹോൾഡ് ചെയ്തു. ഇനിയിപ്പോ അതിനുള്ള സംവിധാനത്തിലേക്ക് വരികയാണ്. അന്ന് എടുത്തിരിക്കുന്നത് 8/10/2024 ഗവൺമെന്റ് തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഞാൻ ഇവിടെ വായിച്ചു പോവാം. ഇതെന്തിനാണെന്നറിയോ? ക്രിപ്റ്റോ പോലുള്ള പല സംവിധാനങ്ങളും നമ്മളുടെ പല ആളുകളും ഇപ്പോഴും ഒരു മോഹന വാഗ്ദാനമായിട്ട് മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്രിപ്റ്റോ പോലുള്ള ഡിജിറ്റൽ കറൻസികളും മറ്റ് കറൻസികളും റഫറൽ മാർക്കറ്റിംഗ് രീതി ചെയ്യുന്നവർക്കെതിരെ പുതിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കുവാനും 8/10/2024 ഗവൺമെന്റ് വിളിച്ചു ചേർത്ത യൂണിയൻ പ്രതിനിധി ഉൾപ്പെടെയുള്ള ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇതെല്ലാം നടപ്പിൽ വരാനിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ക്രിപ്റ്റോന്റെ പിറകിൽ പോയിട്ട് നിങ്ങളുടെ ടീമിനെയൊക്കെ അവിടെ വലിച്ചു കൊണ്ടുപോയി ഇപ്പൊ നിലവിലുള്ള ടീമും നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങളുടെ ഇമേജും നഷ്ടപ്പെടും. എല്ലാം നഷ്ടപ്പെടുത്തുന്നതിന് പകരം ജെന്യൂൻ ആയിട്ടുള്ള കമ്പനി, ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന കമ്പനി ജെന്യൂൻ ആണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യതയോടുകൂടി നമ്മൾ പഠിക്കുക. ഇതിന്റെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. അത് കമ്പനിയെ കുറിച്ചാവാം, പ്രോഡക്ട്സിനെ കുറിച്ചാവാം, നമ്മുടെ പ്ലാനിനെ കുറിച്ചാവാം, എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണയിൽ മാത്രമേ നിങ്ങൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി സെലക്ട് ചെയ്യാവൂ എന്നാണ് എന്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് ഞാൻ പഠിക്കണമെന്ന് പറയുന്നു എന്ന് ഞാൻ ചെറിയ ഒരു ഇത് പറയാം. അതായത് നമുക്കറിയാം, നമ്മുടെ ഡോക്ടേഴ്സ് എത്ര വർഷത്തെ കഠിനമായ അധ്വാനത്തിന് ശേഷമാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കുന്നത്. ആ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഇരുന്നിടത്തിലേക്ക് പണം വരുമോ? ഇല്ലല്ലോ. വെളുപ്പിന് നമ്മളൊക്കെ എഴുന്നേൽക്കുന്നത് 5 മണിക്കും 6 മണിക്കാണെങ്കിൽ ഡോക്ടേഴ്സ് 3 മണിക്കായാലും 2 മണിക്കായാലും 1 മണിക്കായാലും അവരുടെ കൃത്യനിർവഹണത്തിന് അവർ ജാഗരൂകരായിരിക്കണം. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇന്നൊരു ഡോക്ടർ വാങ്ങിക്കുന്ന റിമ്യൂണറേഷൻ നിങ്ങൾ എടുത്തൊന്ന് പരിശോധിക്കുക സുഹൃത്തുക്കളെ. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഇന്നലെ വരെയുള്ള ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. ആ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 3600 കോടിയിലധികം രൂപ വരുമാനം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വാങ്ങിച്ച ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഒരു ശരാശരി മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഏത് തലം വരെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 6 മാസം ഒരു കോഴ്സ് പോലെ ഇത് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ MLM ചെയ്യേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഒരു ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ അവിടെ പോയിട്ട് ലൈസൻസ് എടുക്കണം, നിങ്ങൾ പോയി അതിന്റെ ട്രയൽ എടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കോടികൾ വരുമാനം വേണം. നിങ്ങൾക്ക് ആ കമ്പനിയെ കുറിച്ചോ ആ സിസ്റ്റത്തെ കുറിച്ചോ ഒരു 6 മാസം പഠിക്കാനുള്ള സാവകാശം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ഇത് എന്റെ അനുഭവം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി പറയുന്നത്. ഇത് വികാരം കൊണ്ട് വളരെ ശക്തമായിട്ട് ഞാൻ എല്ലാ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണിത്. കാരണം ഈ സമൂഹത്തിലേക്ക് ഇനി എന്തെങ്കിലും കരുതി വെക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ വ്യവസായ മേഖലയുടെ ലീഗലൈസേഷൻ വരുന്നതോടുകൂടി ലക്ഷോപലക്ഷം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും ആശാ കേന്ദ്രമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി നമ്മുടെ ഇന്ത്യയെ പോലുള്ള ഒരു മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ജനം, ഏറ്റവും ജനങ്ങൾ യുവാക്കളുള്ള ജനം, ഇവിടെയാണ് നമ്മൾ ഇതിന്റെ സാധ്യത കാണേണ്ടത്. ഈ സാധ്യതകളൊക്കെ നമ്മൾ മുമ്പിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തലയില്ലാത്ത തെങ്ങിൽ വലിഞ്ഞു കയറുന്ന സ്വഭാവം നമ്മൾ മാറ്റാതെ ഇരുന്നു കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള കമ്പനികൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ സമയമെടുക്കുക. പഠിച്ച് ശരി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പരാജയ ഭീതി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. ഞാനും ചെയ്യുന്നത് ഓക്സിനോ എന്ന് പറയുന്ന ഈ കമ്പനിയാണ്. ഞാൻ ഓക്സിനോ എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്
ഏതാണ്ട് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്, അതായത് 2011 ആ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനു മുമ്പ് തന്നെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ മാറി നിന്നതാണ്. പിന്നീടാണ് ഇങ്ങനെ വിഷയം വന്നപ്പോൾ ഇതിനൊരു സംഘടന വേണമെന്ന് എൻ്റെ ഉള്ളിൽ തറക്കാനുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് വന്ന് രാത്രി കാലങ്ങളിലാണ് നമ്മൾ TV ന്യൂസ് ഒക്കെ കാണുന്നത്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കാണും. അത്ര നമ്മൾ വർക്കേഴ്സിന്റെ സ്ഥിതി അതാണല്ലോ. അങ്ങനെ കാണുന്ന സമയത്ത് അന്ന് നമ്മുടെ ഏഷ്യാനെറ്റ് TV-യിലുള്ള ഒരു ചാനൽ സംവാദമാണ്. ആ സംവാദത്തിൽ കേരളത്തിന്റെ ഒരു മുൻ ചീഫ് വിപ്പ് സംസാരിച്ച ഡയലോഗ് ഇന്നും എൻ്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുകയാണ്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: കോട്ടും സൂട്ടും ഇട്ട് കയറി വരുന്നവനോടൊക്കെ ഇറങ്ങി പോടാ പട്ടി വെളിയിൽ എന്ന് പറയാനുള്ള ചങ്കൂറ്റം മലയാളി കാണിക്കാത്തടത്തോളം കാലം ഈ ഇൻഡസ്ട്രി, ഈ തട്ടിപ്പുകൾ ഇവിടെ തുടരുക തന്നെ ചെയ്യും. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് കോട്ടും സൂട്ടും ഇട്ടിട്ട് വരുന്നവരോടൊക്കെ ഇറങ്ങി പോടാ പട്ടി വെളിയിൽ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിങ്ങൾ വീട്ടിൽ വരുന്നവർ കാണിക്കാത്തത് കൊണ്ടാണ് ഈ തട്ടിപ്പുകൾ ഇവിടെ, ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പ്രസ്താവിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഡയലോഗ്. ഞാൻ അന്ന് കയ്യിലെടുത്ത ചപ്പാത്തിയുടെ പകുതി അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ വല്ലാണ്ട് ഡെസ്പായി. കാരണം ഞാനും അതിന്റെ എന്താ പറയാ, ഞാനും എൻ്റെ കുഞ്ഞോളും 2 വർഷം അതിന്ന് അന്നം കഴിച്ചതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നുള്ള എനിക്ക് വലിയൊരു ഇത് വന്നു. അങ്ങനെയാണ് ഈ സംഘടനാ തലത്തിലേക്ക് നമ്മൾ പോയത്. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് നിസ്സാര കാര്യമല്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി പോകണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: നിങ്ങളുടെ ഗോള് കൃത്യമായി സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം നിസ്സാര പ്ലാറ്റ്ഫോം അല്ല. എസ്പെഷ്യലി MLM ഇൻഡസ്ട്രി നിസ്സാരമല്ല. അതിന്റെ അകത്ത് തന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, പല ആളുകളും എന്നോട് ചോദിച്ചു, സാർ ഇത്രയും വർഷം വെറുതെ നിന്നിട്ട് ഈ ഇന്ത്യയിലുള്ള മുഴുവൻ കമ്പനികളും അറിയാവുന്ന ഒരാള് ഇപ്പൊ ഇന്നലെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്നലെ വന്ന ഈ ഒരു കമ്പനിക്കകത്ത് എന്തിനാണ് നിങ്ങൾ ചാടിക്കേറിയത് എന്ന് ചോദിച്ചിട്ട് എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. അന്ന് അവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു ആൻസർ തന്നെ ഉള്ളൂ: ഡയറക്റ്റ് സെല്ലിങ്ങിൽ നമ്മൾ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ഏതൊരു സാധാരണക്കാരനും അവൻ ഉപയോഗിക്കുന്ന അവന്റെ എന്താ പറയുക, നോർമലി അവൻ ഉപയോഗിച്ചു വരുന്ന, അവൻ കൺസ്യൂം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും, അവൻ പർച്ചേസ് ചെയ്തതിൽ നിന്നും ഒരു വരുമാനം അവന് തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് നെറ്റ്വർക്കിനെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ഏതൊരു സാധാരണക്കാരന്റെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് വിഭാവനമാണ് നമ്മളിൽ ഉണ്ടായത്. ആ നെറ്റ്വർക്കിന്റെ ഒരു സംവിധാനം ഏതാണ്ട് അതിന്റെ രൂപരേഖ അനുസരിച്ച് നമുക്കതിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഒക്സിനോ എന്ന് പറയുന്ന കമ്പനി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നും എൻ്റെ ചോയ്സ് തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം ഞാൻ പറയാണ്, ഇന്ന് ഇത്രയും സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വേറെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്ലാൻ ഇന്ത്യയിൽ ഇല്ല. ഇനി വേൾഡിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേൾഡിൽ ഉണ്ടാവാനും സാധ്യതയില്ല. കാരണം വേൾഡിൽ ഈ പറഞ്ഞ 3600 കോടി രൂപയൊക്കെ വാങ്ങിച്ച കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിക്കുക, ആ പ്ലാൻ എടുത്ത് ഒന്ന് പരിശോധിക്കുക. നമ്മളെ പ്ലാൻ ഒന്ന് കമ്പാരിഷനിലേക്ക് വരിക സുഹൃത്തുക്കളെ. നിങ്ങൾ അതിന് നിങ്ങൾ ഒരാഴ്ച ഇരുന്നിട്ട് ആ പ്ലാൻ ഒന്ന് കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്തതിന് ശേഷം നമ്മളിലുള്ള പോരായ്മകൾ നിങ്ങൾ കണ്ടെത്തുക. ആ പോരായ്മകൾ കൃത്യമായി മാനേജ്മെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ആ പോരായ്മകൾ നമ്മളടക്കം തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം ആ പോരായ്മകൾ, കാരണം നത്തിങ് ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. നമ്മളൊരു യാത്ര തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ യാത്രയിൽ പല പ്രതിബന്ധങ്ങളും വരും. നമുക്ക് സ്ട്രെയിറ്റ് പോകാനുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് അവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കുഴിയുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റോ റൈറ്റോ വെട്ടിച്ചു പോകും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കും. അങ്ങനെ പല മാർഗങ്ങളും ഓക്സിജൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഞാനടക്കം ഒരുപാട് ആളുകൾ വിക്റ്റിമാണ്. നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ ഇവിടെ കമ്പനികളെല്ലാം തന്നെ നാമാവശേഷമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ വി ആർ സർവൈവിങ്. ഇത് നിസ്സാര കാര്യമല്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സന്ദേശം തരാൻ സാധിക്കുന്നത് ഞാൻ വലിയൊരു അഭിമാനമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഞാനും ആഗ്രഹിച്ചിരുന്നത് ഇത്തരം ഒരു കമ്പനി തന്നെയായിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് ഇത് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ സൽക്കർമ്മത്തിന്റെ പരിണത ഫലം മാത്രമായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളെ പോലെ സാധാരണക്കാരനാണ്. ഇന്നും ഇപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ 10 മണിക്കൂറും 12 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറയാം. ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്യുന്ന എത്ര മണിക്കൂറാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. ഇന്നലെ ഷബീര നമ്മൾ എപ്പോഴാ ലാസ്റ്റ് ഇത് ചെയ്തത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ഇന്നലത്തെ ടൈം ഇന്നലെ ലാസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഐ തിങ്ക് ആഫ്റ്റർ 12:30 സംതിങ്. യെസ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോയി എന്നുള്ളത് ഉറങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായി. ഇന്നലെ ഫുള്ള് വോമിറ്റ് ചെയ്തു. ഞാൻ അവിടെ തൃശ്ശൂർ വന്നപ്പോൾ ഞാൻ കഴിച്ച ഫുഡ് അവിടെ വയറ്റിൽ തന്നെ എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു.
അപ്പൊ ഇന്നലെയും തീരെ റെസ്റ്റ് ഒന്നും ഇല്ലാത്തരുതാ. ഒരു രാത്രി കിടന്നപ്പോ തന്നെ എനിക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. അതെല്ലാം വോമിറ്റ് ചെയ്ത് പോയി. അപ്പൊ ഇത് വെച്ച് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ 7 മണിക്ക് മകളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ അതിശയപ്പെടും. ഇതെങ്ങനെയാണ് സമയം ഇങ്ങനെ കണ്ടെത്തുന്നത് ചോദിക്കും. സമയം ആരും കണ്ടെത്താൻ പറ്റില്ല. സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പൊ നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത് തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റ് എംപ്ലോയീസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടാണ്. ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം 3 ജില്ലയുടെ ചാർജ് എനിക്കുണ്ട്. അതുപോലെ തന്നെ കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, സംസ്ഥാന കൗൺസിൽ അംഗമാണ്, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ആണ്. കേരള പ്രവാസി സംഘത്തിന്റെ ഏരിയ പ്രസിഡന്റ് ആണ്. 15,000 മെമ്പർഷിപ്പ് ഉള്ള ഒരു ഏരിയയുടെ പ്രസിഡന്റ് ആണ്. 2 ഡയറക്ടറി ബോർഡിൽ, അതായത് സ്കൂളിന്റെയും അതുപോലെ തന്നെ ബാങ്കിന്റെയും 2 ഡയറക്ടറി ബോർഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒട്ടനവധി നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പല കാര്യങ്ങളിലും ഞാൻ സീരിയസ്ലി ഇൻവോൾവ് ആണ്. സ്വന്തമായിട്ട് ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിനെ ഈ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്നത്. ഇത് ഒരു പാഷനാണ്. നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പാഷനാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിലൊരു മടുപ്പുണ്ടാവുന്നില്ല. എത്ര സമയം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സൊസൈറ്റിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയൊന്നും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതിലൊന്നും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഇറ്റ്സ് 100% സോഷ്യൽ വർക്കാണ്. അതുപോലുള്ള ഒരു സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സംഘടനാ പ്രവർത്തനവും ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ച് ഇന്ന് പല കമ്പനികളും മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മത്സരമാണ്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവാം, എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതുവരെ കാര്യമായിട്ടുള്ള മെമ്പർഷിപ്പ് ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഡിസംബർ ആണ് നമ്മുടെ മെമ്പർഷിപ്പിന്റെ ക്ലോസിംഗ് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും മെമ്പർഷിപ്പിലേക്ക് നിർബന്ധമായിട്ടും വരണം. ഇതൊരു അധിക ചെലവോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാട് മാറ്റം ഒന്നുമല്ല. നമ്മളുടെ തൊഴിൽ മേഖലയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾ എവിടെയെങ്കിലും പോയി, നമ്മൾ പലപ്പോഴും വെൽനസ് പ്രോഡക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് വിളിക്കാൻ ഒരു ഇടം വേണം, ഒരു ഐഡന്റിറ്റി വേണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രേഡ് യൂണിയന്റെ ഭാഗമായി നിൽക്കണം എന്ന് പറയുന്നത്. പല ആളുകളും പണം കൊണ്ട് പിറകെ വന്നിട്ട് MMUവിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാത്ത ചരിത്രമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം. അപ്പൊ അതെല്ലാം നമ്മൾ പരിശോധിച്ചു പോകണം. അങ്ങനെ പരിശോധിച്ചു പോകുന്ന സമയത്ത് എത്തരം ആളുകൾക്കാണ്, എത്തരം കമ്പനികൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് പല കമ്പനികൾക്കും നമുക്ക് കൊടുക്കാതിരുന്നത് എന്നും കൂടി മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ലക്ഷ്യമിടുന്നത് ആ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ അത്തരം സംവിധാനങ്ങൾ സംരക്ഷിക്കാൻ പര്യാപ്തമല്ല ആ കമ്പനിയുടെ പ്ലാനും കാര്യങ്ങളും എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ കമ്പനികൾക്കാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കാതിരുന്നത്. അല്ലാതെ ഒരു കമ്പനിയോടും പ്രത്യേകിച്ച് താല്പര്യക്കുറവുണ്ടായിട്ടും അല്ല കൊടുക്കാതിരുന്നത്. അപ്പൊ ഇനിയും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ അകത്ത് കൂടുതൽ അവസരങ്ങൾ വരണം, കൂടുതൽ ആളുകൾ ഇതിന്റെ അകത്തേക്ക് വരണം. ആളുകൾ വരുന്ന സമയത്ത് ഇത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനായി നിന്നുകൊണ്ട് ഐ ആം എ നെറ്റ്വർക്ക് മാർക്കറ്റർ എന്ന് പറയാനുള്ള രീതിയിലേക്ക് നമുക്ക് ഈ ബിസിനസിനെ മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ സാധിക്കും. അത് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് MMU, ജയ് ഓക്സിനോ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെയായിട്ട് കോൺടാക്ട് ചെയ്യാം. ഷബീർ ഭായി അത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.